സംസ്ഥാനത്തെ സർക്കാർ ആശുപത്രികളിലെ ചികിത്സാ പിഴവും ശോചനീയാവസ്ഥയും അടക്കം ആരോഗ്യ മേഖലയിലെ പ്രതിസന്ധി അടിയന്തര പ്രമേയമായി സഭയിൽ ഉന്നയിച്ച് പ്രതിപക്ഷം. കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സാ പിഴവിനെ തുടർന്ന് രോഗി മരിച്ച സംഭവവും സർക്കാർ ആശുപത്രികളിലെ മരുന്ന് ക്ഷാമവും സഭ നിർത്തിവെച്ച് ചർച്ച ചെയ്യണമെന്നാവശ്യപ്പെട്ടാണ് PC വിഷ്ണുനാഥ് MLA അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് നൽകിയത്. കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ വിലാസിനി എന്ന രോഗി അവര് ഈ ഗർഭപാത്രം നീക്കാനുള്ള ശസ്ത്രക്രിയയ്ക്ക് വേണ്ടി ആശുപത്രി പ്രവേശിപ്പിച്ചു. ശസ്ത്രക്രിയയിൽ ഒരു പിഴവുണ്ടായി. അത് കുടലിന് അവർക്ക് മുറിവ് പറ്റി. അതിനുശേഷം വയറുവേദന അനുഭവപ്പെട്ടപ്പോൾ ഗ്യാസ് ട്രബിൾ ആണെന്ന് പറഞ്ഞ് ഒഴിവാക്കി. യഥാസമയം ചികിത്സിച്ചില്ല. പിന്നീട് വെന്റിലേറ്ററിലേക്ക് അവരെ മാറ്റി. കുടുംബാംഗങ്ങൾക്ക് യാതൊരു വിവരവും കിട്ടിയില്ല. അവർ പ്രൈവറ്റ് ആശുപത്രിയിലേക്ക് മാറ്റാമെന്ന് അധികൃതരോട് പറഞ്ഞു. അതിനെ അനുവദിച്ചില്ല. ഒടുവിൽ അവര് ആ കുടലിലെ അണുബാധ കരളിലേക്ക് ബാധിച്ച് അവർ മരണപ്പെടുകയാണുണ്ടായത്. ഗർഭപാത്രം നീക്കം ചെയ്യാൻ വേണ്ടി ചെന്ന് കുടലിനായി കരളിനായി അവർ മരണപ്പെട്ടു. ഈ സംഭവങ്ങളെല്ലാം ഉണ്ടായി കഴിയുമ്പോൾ ഒരു നടപടിയെടുത്തു, സസ്പെൻഡ് ചെയ്തു എന്ന് പറഞ്ഞാൽ അവസാനിക്കുവാണ് സാർ.